എല്ലാ മാന്യപ്രേക്ഷകർക്കും ആർക്കിടെക്ട്സ് ഹോം ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്നത്തെ ഈ എപ്പിസോഡ്, ഈ സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആസ് ആൻ ആർക്കിടെക്റ്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു പ്രൊപ്പോസൽ കൂടിയാണ് ഈ അവതരണം. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ് തല പ്രോഗ്രാംസുകളായാലും അല്ലെങ്കിൽ അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അത് നമ്മുടെ സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഇനിയുള്ള തലമുറകൾക്ക് നമ്മൾ ഒരിക്കലും അതിനൊരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളെല്ലാം വളരെ വിശ്വസിച്ച് നമ്മളുടെ നേതാക്കന്മാരാക്കി നമ്മളെ ഭരിക്കാനായിട്ട് സർക്കാർ രൂപീകരിച്ചപ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട പല പല മന്ത്രിമാരും എല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു ഫീലിങ്സാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. കാരണം നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളായ യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഡെവലപ്മെൻറ്റ്സ്, ഇതൊക്കെ ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കോംപ്രമൈസ് ചെയ്യാതെ നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഗവൺമെൻറ്റിനോട് നമുക്ക് പ്രത്യേക ഒരു മമതയും അവരെ വീണ്ടും വീണ്ടും ഈ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു മനുഷ്യസഹജമായ ഒരു ആഗ്രഹവും വരികയുള്ളൂ. ഇവിടെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആർക്കിടെക്ട്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഏറ്റവും പ്രധാനമായ ഒരു യാത്രാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വിഷയമാണ്. കേവലം 5-8 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നമ്മളുടെ കളക്ടറായി വന്ന രാജമാണിക്യം സാറ് അദ്ദേഹത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് നിർമ്മിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഡിസൈൻ ചെയ്യാനായിട്ട്, നിർമ്മിക്കാനല്ല ഡിസൈൻ ചെയ്യാനായിട്ട്. അത് ഡിസൈൻ ചെയ്യാൻ ഞാൻ അദ്ദേഹത്തോട് വളരെ സന്തോഷത്തോട് ഞാൻ ഏറ്റെടുക്കാമെന്നും വരച്ചു തരാമെന്നുള്ളതും പറഞ്ഞപ്പോൾ അവിടെ നമുക്കൊരു ഹിച്ച് വന്നിരുന്നു. അതായത് ഗവൺമെൻറ് ആർക്കിടെക്ട്സുകൾ ഇവിടെ PWDക്ക് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കുറേയധികം ഡിസൈൻസ് നമ്മൾ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതും അതിൽപ്പെടേണ്ട ഒരു പ്രോജക്റ്റാണെന്നും അതുകൊണ്ട് ആ പ്രോജക്റ്റ് പ്രൈവറ്റ് ആർക്കിടെക്ട്സുകൾ ഡിസൈൻ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാട് ഗവൺമെൻറ് എടുക്കാൻ നോക്കിയിരുന്നു. പക്ഷേ നമ്മുടെ അന്നത്തെ കളക്ടറുടെ ഇൻട്രസ്റ്റും അദ്ദേഹം ഒരു കളക്ടർ വീടുകൾ കുറച്ചും കൂടിയും നല്ല രീതിയിൽ വരണമെന്നുള്ളൊരു ആഗ്രഹവും മാനിച്ചുകൊണ്ടായിരിക്കണം പ്രൈവറ്റ് ആർക്കിടെക്ട്സുകളെയും കൂടി ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചതും. അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനം തന്നെയാണ് അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് അദ്ദേഹത്തിന് വരച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രോജക്റ്റ് പല തരണങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അവസാനം ഞങ്ങളുടെ ഡിസൈനിൽ തന്നെ ആ പ്രോജക്റ്റ് മുമ്പോട്ട് വന്നു. അത് സമയോചിതം അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ശ്രീ രാജമാണിക്യം സാറ് KSRTCയുടെ MD ആയിട്ട് ഒരു പുതിയൊരു പോസ്റ്റ് വന്നു. അന്ന് എന്നോട് പറഞ്ഞു, വൈ ഡോണ്ട് യു ഡു ദ ഡിസൈൻ ഓഫ് ദ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. ഞാൻ വളരെ ആലോചിച്ചു. ഇത് നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റിലും ഗവൺമെൻറ് തീരുമാനിക്കുന്ന ആർക്കിടെക്ട്സുകളും എല്ലാം വരയ്ക്കേണ്ട ഒരു സാധനം ഞങ്ങൾ ഡിസൈൻ ചെയ്താൽ എങ്ങനെ ശരിയാവുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു പ്രപ്പോസൽ കൊടുക്കാൻ ഞാൻ KSRTC ബസ് സ്റ്റാൻഡ് അടുത്ത് ഓഫീസിലുള്ളൊരു ആർക്കിടെക്റ്റ് കൂടിയാണ്. അങ്ങനെ ഞാൻ ഒരു ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. കാരണം അവിടെ റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. ലാൻഡിൻ്റെ കിടപ്പ്, ഇന്നത്തെ ബസ് സ്റ്റാൻഡിൻ്റെ രീതികൾ, ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർഷങ്ങൾക്ക് മുമ്പ് 10-50 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ്. അതിനുശേഷം പല സമയങ്ങളിലായിട്ട് ഭൂമിയുടെ നിലപാടുകളും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കൂടി വന്നപ്പം അതിപ്പോൾ ഒരു ഐസോറായിട്ട് നിൽക്കുന്നൊരു പ്രോജക്റ്റായിട്ടാണ് നിൽക്കുന്നത്.
ഒരിക്കലും ഒരു മനുഷ്യന് നല്ല രീതിയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി ഒരു ബസ് കാത്ത് നിൽക്കാനോ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് ആ പ്രോജക്റ്റ് അതിനങ്ങനെ തന്നെ വെച്ചുകൊണ്ട് കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്ത് ക്രോസ് ഓഫ് റുപ്പീസ് സ്പെൻഡ് ചെയ്യുന്നതായിട്ടും മനസ്സിലാക്കിയപ്പോൾ ആസ് ആൻ ആർക്കിടെക്റ്റ്, ഐ ടോൾഡ് യു, ആസ് എ സോഷ്യൽ റെസ്പോൺസിബിൾ ആർക്കിടെക്റ്റ് എന്നുള്ള നിലക്ക് എനിക്ക് ഈ പ്രോജക്റ്റ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ എൻ്റെ ഈ ഹോം ന്യൂസിൽ കൂടി തന്നെ അവതരിപ്പിക്കാനുള്ളൊരു തോന്നലുണ്ടായി. അതാണ് ഈ പ്രോജക്റ്റിൻ്റെ അവതരണത്തിൻ്റെ മെയിൻ കാര്യം. ഇനി ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന റിക്വയർമെൻറ്റ്സും എങ്ങനെയൊക്കെ ആയിരിക്കണം. കാരണം ഇനി വരുന്ന ഭാവി തലമുറകൾ നമ്മളെല്ലാം വിചാരിക്കുന്നതിനപ്പുറത്തിനപ്പുറമാണ്. അവരുടെ ചിന്താഗതികളും അവരുടെ സൗകര്യങ്ങളും നമ്മൾ മാനിച്ചു കൊണ്ടുവേണം ഗവൺമെൻറ് ആയാലും ആര് തന്നെ ആയാലും അതിനുള്ള ഒരു ഡിസൈൻ തയ്യാറാക്കേണ്ടത്. അങ്ങനെ തയ്യാറാക്കിയ ഒരു ഡിസൈൻ്റെ ഒരു ഏകദേശ രൂപങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആ ഡിസൈൻ്റെ ഇവോൾവ് ചെയ്ത ഡിസൈൻ നിങ്ങളുടെ മുമ്പിൽ ഇതിൽ കൂടി ഈ വിഷ്വലിൽ കാണിക്കുന്ന സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇതെന്താണ് ഒരു ആർക്കിടെക്റ്റിൻ്റെ ഭാവനയിലുള്ള ഒരു ബസ് സ്റ്റാൻഡ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ സിറ്റികളിൽ ഏറ്റവും കൂടുതൽ നിരന്തരം ആവശ്യമുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നത് സിറ്റി സർവീസുകളാണ്. ആലുവ അല്ലെങ്കിൽ തൃപ്പൂണിത്തറ, അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ, വൈപ്പിൻ, അങ്ങനെയുള്ള കുറേ അടുത്തടുത്തുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സിറ്റി സർവീസുകൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിസൈനിനെ ഞങ്ങൾ ഉദ്ദേശിച്ചു. കൂടാതെ നമുക്ക് വേണ്ടത് ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളാണ്. ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളെന്ന് വെച്ചാൽ ബാംഗ്ലൂർ, ചെന്നൈ, വേളാങ്കണ്ണി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ബസ് സർവീസ് ഉണ്ട്. ഈവൻ ഹൈദരാബാദ്, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഒരു ചെറിയ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ ഏതാണ്ട് 2-3 ഏക്കറുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആ പെർട്ടിക്കുലർ ഡിസൈനിൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളും തന്നെ. അങ്ങനെ ഡിസൈൻ ചെയ്തൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റി സർവീസ് ബസ്സുകൾ മാത്രം വന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ് നമ്മൾ കാണുന്നത്. അത് വരികയും അതിന് മുകളിൽ ഫസ്റ്റ് ഫ്ലോർ ലെവലിലേക്ക് റാമ്പ് വഴി നമ്മൾ അതേ സ്പേസുകൾ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുകളിലോട്ടുള്ള ഒരു ഫ്ലോറും കൂടി എടുത്ത് അവിടെ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകളും ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. കൂടാതെ അങ്ങനെ നിൽക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലേക്കുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യാനും ആളുകൾ വന്ന് ഇറങ്ങിപ്പോകാനും മറ്റുമുള്ള എല്ലാ സൗകര്യങ്ങളും ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യുകയും അതിന് പ്രോപ്പർ റൂഫിംഗ് കൊടുക്കുകയും പോകുന്ന രീതികളെല്ലാം വളരെ മനോഹരമായ മോഡേൺ ട്രെൻഡിൽ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരു സ്ഥലത്ത് സംവേദിക്കുന്ന ഒരു പ്ലേസാണ്. അവിടെ തിരുവനന്തപുരത്ത് പോകുന്നവരുണ്ടാവും, കണ്ണൂർ പോകുന്നവരുണ്ടാവും, കാസർഗോഡ് പോകുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് കൊടുക്കേണ്ട കുറേ സൗകര്യങ്ങളുണ്ട്. ഇൻഫർമേഷൻ സെൻറ്റർ പ്രോപ്പറായിരിക്കണം. അതുപോലെ തന്നെ ബസ് കാത്തു നിൽക്കർക്ക് വേണ്ടിയുള്ള കോഫി ഷോപ്പുകൾ, പല തരത്തിലുള്ള കോഫി ഷോപ്പുകൾ, ഈവൻ ഷോപ്പിംഗ് മാളുകൾ. അതായത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഷോപ്പിംഗ് ഇതെന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളാണ്. മെഗാ മാർട്ടുകൾ, പല 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 രീതിയിലുള്ള സൂപ്പർ മാർക്കറ്റ്, ലുലു പോലത്തെയും ഒരുപാട് കമ്പനികളിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി മാർക്കറ്റുകളുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഫ്ലോറും, കൂടാതെ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ട്രാവലിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകൾ ഉൾക്കൊള്ളിക്കുന്ന ഓഫീസ് സ്പേസുകൾ. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കൊച്ചു തിയേറ്ററുകൾ, 40-50 തിയേറ്റർ, ഇപ്പം മൾട്ടിപ്ലക്സ് തിയേറ്ററുകളുടെ ഒരു കാലമാണ്. ഒരുപാട് സീറ്റുകളില്ലാതെ 10-50 മാക്സിമം ഒരു 100 സീറ്റുകളൊക്കെ ഉള്ള 2-3 കൊച്ചു തിയേറ്ററുകൾ, പിന്നെ ട്രാവലിംഗ് ഹെൽപ്പ് സെൻറ്റേഴ്സ്, കൂടാതെ റിട്ടയറിങ് റൂമിനുള്ള സ്പേസ്. ചിലപ്പോൾ ചില ആളുകൾക്ക് പിറ്റേ നെക്സ്റ്റ് ഡേ മോർണിംഗ് പോകണമെങ്കിൽ കുറച്ച് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അതിനുള്ള റൂംസുകൾ, വിവിധ തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെയെല്ലാം കൂടി ഒരു മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാൾ ഫീലിംഗ് തോന്നുന്ന, മോഡേൺ ജനറേഷന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പിംഗ് മാൾ ഫീലിങ്ങിൽ കൂടിയുള്ള ഒരു ബസ് സ്റ്റാൻഡ്. കൂടാതെ
ആളുകൾക്ക് വന്നു പോകാനും ഇറങ്ങാനും കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ അണ്ടർഗ്രൗണ്ടിലും ഒക്കെ കൊടുത്തുകൊണ്ട് ഏറ്റവും മോസ്റ്റ് മോഡേൺ ഒരു ഡിസൈനാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു ആശയം. ആ ആശയം നിങ്ങളിലേക്ക് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു കളക്റ്റീവായിട്ട് കണ്ടുകൊണ്ട് അത് ഗവൺമെൻറ് തലത്തിലേക്ക് അറിയിക്കുവാനും അവർക്ക് അതിന് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ബിൽഡിങ്ങോ ഇത് ചെയ്യണമെങ്കിൽ PPP മോഡലുണ്ട്, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. ആ മോഡലുകളിൽ എടുത്താലും ഇത്തരം പ്രോജക്റ്റുകളൊക്കെ വളരെ മനോഹരമായിട്ട് തീർക്കാനും അതിനൊരു ഫണ്ടിങ്ങും പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 1-2 കമ്പനികളുമായിട്ട് ചോദിച്ചപ്പോൾ അവരൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇത്തരം പ്രോജക്റ്റുകളിൽ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യാൻ വരാമെന്നും അതിന് ഗവൺമെൻറ്റാണ് നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരായാലും ശരി, ഗതാഗത മന്ത്രിയായാലും ശരി, എല്ലാ മന്ത്രിമാരും ഇത്തരം രീതിയിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ അതിന് ഒരവസരവും കൂടി അവർ കൂടെ നിന്നിട്ടെങ്കിലും കാണിക്കണം. അല്ലാതെ എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്തു വെച്ച് ഒരു കൊച്ചു അല്ലെങ്കിൽ ഒരു സാധാരണ കുറച്ചും കൂടി സൗകര്യങ്ങൾ കൂട്ടിയിട്ടല്ല ഇനി വേണ്ടത്. ഇനി ഒരു 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഡിസൈൻ ആസ്പെക്ട്സും അതിനുള്ള ടെക്നോളജീസും അതിനുള്ള സൗകര്യങ്ങളും അതനുസരിച്ച് റെൻറ്റും എല്ലാം ഇവർക്ക് കിട്ടും. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി ഫുള്ളി ലോഡഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് എല്ലാ രീതിയിലും ഒരു ബസ് സ്റ്റാൻഡ് നടത്താനുള്ള സകലവിധ എക്സ്പെൻസും ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുമെന്നുള്ളതാണ് എൻ്റെ എല്ലാം കണക്കുകൂട്ടലുകളും. അത് അതേപോലെ തന്നെ അവതരിപ്പിക്കാനുള്ള ഒരു സാങ്കേതികമായ ആർക്കിടെക്ട്സുകളുടെ എല്ലാവരുടെയും സമ്പൂർണ്ണ പിന്തുണയും കിട്ടിക്കൊണ്ട് നമുക്ക് അത്തരം പ്രോജക്റ്റുകളിലേക്ക് ഇത് കൊടുക്കുകയാണ് ഗവൺമെൻറ്റിന്. അതായത് നമ്മളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള സഹകരണം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ആർക്കിടെക്റ്റ് വെറും സെൽഫിഷ് ഒരു ആർക്കിടെക്റ്റായിട്ട് പോകാതെ നമുക്കതിന് ഗവൺമെൻറ്റിനെ സഹായിക്കാനും കൂടിയുള്ള ഒരവസരമായിട്ട് ഇത്തരം പ്രോജക്റ്റുകൾ നിങ്ങൾ കാണണം. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് കണ്ണ് തുറന്ന് നോക്കണം. ഈ പ്രോജക്റ്റിൻ്റെ ഇൻസൈഡിലെ കംപ്ലീറ്റ് കഥകൾ മനസ്സിലാക്കണം. അത് ജനങ്ങൾക്ക് ആവശ്യമാണെന്ന് ഒന്നും കൂടി അനലൈസ് ചെയ്യണം. എന്നിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത്തരം നല്ല നല്ല പ്രോജക്ട്സുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ് ഇതുപോലെയുള്ള ആർക്കിടെക്ട്സുകൾ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സിൻ്റെ ഒരു സജഷൻസൊക്കെ വരുമ്പോൾ അതിലേക്ക് ഉൾക്കൊള്ളിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനും കൂടിയാണ് ഈ അവസരം ഹോം ന്യൂസിൻ്റെ ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് ഈ പ്രോജക്റ്റ് മൊത്തം കാണുക. താങ്ക് യു വെരി മച്ച്.